മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ ആകുമോ? മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ ആകുമോ? നമുക്ക് വചനം ശ്രമിക്കാം. ഏശയുടെ പുസ്തകം 49-ാം അധ്യായം 14 മുതലുള്ള തിരുവചനം. വചനം ശ്രമിക്കാം. എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പക്ഷെ മറക്കുന്നവരുണ്ട്. കാലം മാറിയ കാലമാണല്ലോ. മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഒരു പെറ്റമ്മ കുഞ്ഞിനെ മറന്നാലും പുത്രനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് ദൈവമായ കർത്താവ് വാക്ക് തരുന്നു. ഞാൻ നിന്നെ മറക്കില്ല ഒരിക്കലും. ദൈവമായ കർത്താവ് ഒരിക്കലും ഒരാളെയും മറക്കില്ല. ഒരു മെഴുകുതിരി ദൈവമായ കർത്താവിനെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് ഓർമ്മയിൽ വയ്ക്കും. ഇനി എവിടെ പോയാലും ദൈവമായ കർത്താവ് കൂടെ ഉണ്ടാവും. അതാണ് നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ഒരു അനുഗ്രഹം. ഒരിക്കലും ഒരാളെ ജീവിക്കുന്ന ദൈവമായ കർത്താവ് മറക്കില്ല, ഒരിക്കലും മറക്കില്ല. അവൻ ജീവിക്കുന്ന ദൈവമായ കർത്താവാണ്. അടുത്ത വചനം കേട്ടോട്ടെ. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ പേര് എൻ്റെ കയ്യിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. മറക്കാതിരിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് അവൻ്റെ ആണിപ്പഴുതുള്ള കരത്തിൽ എഴുതി വച്ചിരിക്കുക. മുല കുടിക്കുന്ന കുഞ്ഞിനെ പെറ്റമ്മയ്ക്ക് മറക്കാനാവുമോ? പെറ്റമ്മ പുത്രനെ മറക്കും. എൻ്റെ മോനെയും മോളെയും പേര് ചൊല്ലി വിളിക്കണമേ. വിവാഹ പ്രായം കഴിഞ്ഞ് ആരും അന്വേഷിച്ച് വരാതെ വീട്ടിൽ വിഷമത്തോടെ ഇരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളിൽ പെൺമക്കളുണ്ട്. കർത്താവിൽ സമർപ്പിക്കണം, ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ എന്നൊക്കെ പറയുമ്പോൾ അവിടെ വിവാഹം കർത്താവ് നിശ്ചയിക്കും. കർത്താവ് കൂട്ടിക്കൊണ്ട് വരും. കർത്താവിന് ഈ ഭൂമിയിലൊന്നും തന്നെ അസാധ്യമായിട്ടില്ല. നമുക്കാണ് ഒന്നും നടക്കാത്ത കാര്യങ്ങൾ. നമ്മൾ പറഞ്ഞാലും ഓടിയാലും ഇത്രയേ ഓടുള്ളൂ. കർത്താവിന് ഒരു കാര്യം നടത്താൻ ഒരു നിമിഷം മതി. ഒറ്റ നിമിഷം കൊണ്ട് കർത്താവ് വിജയം തരും. വിജയം തരുന്ന ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ നമ്മുടെ മുൻപേ ഓടും. കർത്താവിനെ കണ്ടുകൊണ്ട് നമ്മൾ ഓടുമ്പോൾ നമ്മുടെ മുമ്പേ കർത്താവ് വരും. അതാണ് നമ്മുടെ ദൈവമായ കർത്താവ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, എൻ്റെ കുടുംബത്തെ ഓർക്കണേ, എൻ്റെ മകനെ ഓർക്കണേ, എൻ്റെ മകളെ ഓർക്കണേ. അവർ ജീവിതം കൊടുക്കണമേ. കണ്ണീരോടെയാണ് അവർ വരുന്നത്. ഞാൻ അവരെ ആശ്വസിച്ച് പറഞ്ഞയക്കുമെന്ന് പറഞ്ഞ ദൈവമായ കർത്താവിൻ്റെ വാക്കുകൾ നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്.